പ്രീതികർത്ത സുഹൃത്തുക്കളെ, എല്ലാവർക്കും മെൻട്രിക്കിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് സാർ. നമ്മൾ ലോക ചരിത്രത്തിൽ ഐക്യരാഷ്ട്രസഭ പഠിച്ചു, അതിന്റെ ഘടകങ്ങൾ പഠിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം പ്രത്യേക ഏജൻസികളും മറ്റ് ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏജൻസികളും പഠിച്ചു. ഇനി മുതൽ നമ്മൾ അങ്ങോട്ട് പഠിക്കാൻ പോകുന്നത് മറ്റ് പ്രധാനപ്പെട്ട അന്തർദേശീയ സംഘടനകൾ. നമുക്ക് ആരംഭിക്കാം. ആംനസ്റ്റി ഇന്റർനാഷണൽ. ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യാവകാശ സംഘടന ഐക്യരാഷ്ട്രസഭയാണെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ മനുഷ്യാവകാശ സംഘടന എന്ന് പറയുന്നത് ആംനസ്റ്റി ഇന്റർനാഷണൽ ആണ്. മറക്കരുത്, ലോകത്തെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള, ഏറ്റവും കൂടുതൽ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന മനുഷ്യാവകാശ സംഘടന ഐക്യരാഷ്ട്രസഭയാണെങ്കിൽ ഏറ്റവും വലിയ രണ്ടാമത്തെ മനുഷ്യാവകാശ സംഘടനയാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ. ആംനസ്റ്റി ഇന്റർനാഷണൽ രൂപീകരിച്ചത് ഡേറ്റ് സഹിതം PSC ചോദിക്കാറുണ്ട്. 1961 മെയ് മാസം 28 പ്രാബല്യത്തിൽ വന്നത്, രൂപീകരിക്കപ്പെടുന്നത് 61 മെയ് 28 ആണെങ്കിലും പ്രവർത്തനം ആരംഭിച്ചത്, പ്രാബല്യത്തിൽ വന്നത്, നിലവിൽ വന്നത് 1961 ജൂലൈ മാസവും. PSC പ്രാധാന്യത്തോടെ ചോദിക്കാറുണ്ട് ആരംഭിച്ച വർഷം, സ്ഥാപകൻ, ആസ്ഥാനം. മറന്നുപോലെ, സ്ഥാപകൻ എന്ന് പറയുന്നത് പീറ്റർ ബെനൻസൺ, ആസ്ഥാനം ലണ്ടനാണ്. ആംനസ്റ്റി എന്ന വാക്കിന്റെ അർത്ഥം പൊതുമാപ്പ് എന്നാണ്. നമ്മെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന, അത് എത്ര ചെറിയ കാര്യമാണെങ്കിൽ കൂടി നമ്മൾ മറ്റുള്ളവരെ നോക്കാതെ അത് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ എല്ലാ മനുഷ്യരും ചെയ്തു കഴിഞ്ഞാൽ അത് സമൂഹത്തെ തന്നെ മാറ്റിമറിക്കുന്നതാകും. രാജ്യങ്ങളുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യാവകാശ പ്രചരണമായി അത് മാറും. അതായിരുന്നു ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ ആപ്തവാക്യം എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ആപ്തവാക്യം എന്ന് പറയുന്നത് ഇരുട്ടിനെ പഴിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു മെഴുകുതിരി തെളിയിക്കുന്നതാണ്. ഇരുട്ടിനെ പഴിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു മെഴുകുതിരി തെളിയിക്കുന്നതാണ്. അല്ലാതെ നമ്മൾ മനുഷ്യാവകാശ ലംഘനങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് ചെറിയൊരു രീതിയിലെങ്കിലും മനുഷ്യാവകാശ സംരക്ഷണത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാൽ അത് ചെയ്യുക. മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്ന് നോക്കണ്ട, നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് ചെയ്യുക. അതുകൊണ്ട് തന്നെ ലോകത്ത് ഐക്യരാഷ്ട്രസഭ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ അംഗങ്ങളായിട്ടുള്ള, പ്രവർത്തകരായിട്ടുള്ള മനുഷ്യാവകാശ സംഘടനയാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ. ആംനസ്റ്റി ഇന്റർനാഷണലിന് 1977 സമാധാന നോബൽ പുരസ്കാരം ലഭിച്ചു. ആരംഭിച്ച കാലം മുതൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ആംനസ്റ്റി ഇന്റർനാഷണൽ ഇന്ത്യയിലെ പ്രവർത്തനം അവസാനിപ്പിച്ചത് 2020 ആയിരുന്നു. പ്രത്യേകിച്ച് വിദേശത്തു നിന്നുള്ള ഫണ്ടുമായി ബന്ധപ്പെട്ടുള്ള തർക്കത്തിന്മേൽ ഈ ഒരു പ്രവർത്തനം അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇമ്പോർട്ടന്റ് ആണ്. ആംനസ്റ്റി ഇന്റർനാഷണൽ രൂപീകരിച്ചത് മുതൽ ഇന്ത്യയിൽ പ്രവർത്തിച്ചിരുന്നു. ഇന്ത്യയിലെ പ്രവർത്തനം അവസാനിപ്പിച്ചതാകട്ടെ 2020. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? ആംനസ്റ്റി ഇന്റർനാഷണൽ ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ മനുഷ്യാവകാശ സംഘടന, രൂപീകരിച്ചത് 1961 മെയ് 28, നിലവിൽ വന്നതാകട്ടെ 1961 ജൂലൈ മാസം. സ്ഥാപകൻ പീറ്റർ ബെനൻസൺ, ആസ്ഥാനം ലണ്ടൻ. ആംനസ്റ്റി എന്ന വാക്കിന്റെ അർത്ഥം പൊതുമാപ്പ് എന്നാണ്. 1977 ആംനസ്റ്റി ഇന്റർനാഷണൽ നോബൽ പുരസ്കാരം ലഭിച്ചു. ആപ്തവാക്യം എന്ന് പറയുന്നത് ഇരുട്ടിനെ പഴിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു മെഴുകുതിരി തെളിയിക്കുന്നതാണ്. ഇന്ത്യയിൽ പൂർണ്ണമായും പ്രവർത്തനം അവസാനിപ്പിച്ചത് ഏത് വർഷമായിരുന്നു? 2020. അവിടെ നമ്മൾ പറയുന്നു ലോക വ്യാപാര സംഘടന, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. നമ്മൾ ചുരുക്കി പലപ്പോഴും WTO എന്ന് വിളിക്കാറുണ്ട്. ലോക വ്യാപാര സംഘടന. ഈ ലോക വ്യാപാര സംഘടന ഐക്യരാഷ്ട്രസഭ രൂപീകരിച്ച കാലഘട്ടത്ത് പ്രവർത്തിച്ചിരുന്നു. പക്ഷെ ഒരു സംഘടിതമായ ഒരു പ്രവർത്തനമായിരുന്നില്ല. മറിച്ച് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരു ആശയമായിരുന്നു. പിൽക്കാലത്ത് തോന്നി ഈ ആശയം അല്ലെങ്കിൽ ഉടമ്പടി പ്രകാരം പ്രവർത്തിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു സംഘടിതമായ രീതിയിൽ പ്രവർത്തിക്കുന്നതാണെന്ന്. അങ്ങനെയാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്ന സംഘടന 1995 ജനുവരി 1 രൂപം കൊള്ളുക. പക്ഷെ അതിനു മുൻപ് രാജ്യങ്ങൾ തമ്മിലുള്ള സഹവർത്തിത്വത്തിന്റെ പേരിൽ അന്തർദേശീയ വാണിജ്യത്തിന് വേണ്ടി, അന്തർദേശീയ വ്യാപാരത്തിന് വേണ്ടിയിട്ട് ഒരു ഉടമ്പടി എന്ന രീതിയിൽ ഇത് നിലകൊണ്ടിരുന്നു. ആ ഉടമ്പടി എന്ന പേരിൽ നിലകൊണ്ടിരുന്ന ആശയപ്രചരണം അല്ലെങ്കിൽ ഒരു സഹകരണ മനോഭാവം ഒരു സംഘടിത പ്രവർത്തനത്തിലേക്ക്, ഒരു സംഘടനയായി മാറുന്നതാണ് 1995 ജനുവരി 1.
കേട്ടോ. അതിന്റെ ചരിത്രം നമുക്ക് നോക്കാം. അപ്പോൾ ലോക വ്യാപാര സംഘടന വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ സ്ഥാപിതമായത് 1995 ജനുവരി 1. രൂപീകരിക്കാൻ കാരണമായ ഉച്ചകോടി നടന്നത് 1994 ഏപ്രിൽ 1 തീയതിയായിരുന്നു. ഇവിടെ വെച്ച് മൊറോക്കോയിൽ വെച്ച്. മൊറോക്കോയിലെ പ്രാദേശിക ഭൂപ്രദേശമായ മരക്കേഷ് എന്ന സ്ഥലത്ത് വെച്ചായിരുന്നു. അതുകൊണ്ട് ഈ മൊറോക്കോ ഉച്ചകോടിയെ നമ്മൾ മരക്കേഷ് ഉച്ചകോടി എന്ന് വിളിക്കാറുണ്ട്. ഉം. അപ്പോൾ 1994 ഏപ്രിൽ മാസം 1 തീയതി മൊറോക്കോയിലെ മരക്കേഷ് എന്ന സ്ഥലത്ത് വെച്ച് നടന്ന ഉച്ചകോടിയുടെ അടിസ്ഥാനത്തിലാണ് 1995 ജനുവരി 1 തീയതി വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ രൂപീകരിക്കപ്പെടുന്നത്. ആസ്ഥാനം ജനീവയാണ്. അംഗരാജ്യങ്ങൾ 164. ഏറ്റവും അവസാനം അംഗമായി മാറിയത് അഫ്ഗാനിസ്ഥാനാണ്. ഇന്ത്യ അംഗമായത് 1995 ജനുവരി 1. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ രൂപീകരിക്കപ്പെട്ടതെന്ന 1995 ജനുവരി 1. ഇന്ത്യ അംഗമായതെന്ന 1995 ജനുവരി 1. അങ്ങനെ എടുത്തു പറയേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടെന്നേ. കാരണം PSC റീസെന്റ് ആയി ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ച ഒരു ചോദ്യം ഇതായിരുന്നു. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ സ്ഥാപിതമായപ്പോൾ ഇന്ത്യ അംഗമായിരുന്നു. ശരിയോ തെറ്റോ? ശരി എന്നതാണ് ഉത്തരം. കാരണം അങ്ങനെ PSC ആവർത്തിച്ച് ചോദിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ആ ഒരു പോയിന്റ് എടുത്തു പറയുക. എന്നാൽ നമ്മൾ ഐക്യരാഷ്ട്രസഭ പഠിച്ചപ്പോൾ കൃത്യമായി അവിടെ പറഞ്ഞിരുന്നു അല്ലെ. ഐക്യരാഷ്ട്രസഭ ഔദ്യോഗികമായി നിലവിൽ വന്നത് 1945 ഒക്ടോബർ 24 ഇന്ത്യ ഔദ്യോഗികമായി അംഗമായി മാറുന്നത് 1945 ഒക്ടോബർ മാസം 30 തീയതിയാണ് അല്ലെ. ഇവിടെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ രൂപീകരിക്കുമ്പോൾ തന്നെ ഇന്ത്യ അംഗമായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ആകെ അംഗരാജ്യങ്ങൾ എത്രയാ? 164. അവസാനത്തെ അംഗം എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനുമാണ്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിലെ അവസാന അംഗരാജ്യം അഫ്ഗാനിസ്ഥാൻ. ക്ലിയർ ആണ്? ഒന്നുകൂടെ നമുക്ക് വിഷയം ചേർപ്പിക്കാം. ലോക വ്യാപാര സംഘടന സ്ഥാപിതമായത് 1995 ജനുവരി 1. രൂപീകരിക്കാൻ കാരണമായ ഉച്ചകോടി നടന്നത് 1994 ഏപ്രിൽ 1 മൊറോക്കോയിൽ വെച്ച്. ഈ ഉച്ചകോടി മരക്കേഷ് ഉച്ചകോടി എന്നും അറിയപ്പെടുന്നു. പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് അന്തർദേശീയ തലത്തില് നികുതികൾ നിയന്ത്രിച്ചുകൊണ്ട് വ്യാപാരം സുഗമമാക്കുക. നികുതികൾ നിയന്ത്രിച്ചുകൊണ്ട് അന്താരാഷ്ട്ര വ്യാപാരം സുഗമമാക്കുക. 2, ലോക വ്യാപാരവുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ, അതായത് നിയമങ്ങൾ നിർമ്മിക്കുക. ഇപ്പോ രാജ്യങ്ങൾ തമ്മിൽ വ്യാപാരം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഒരു ഏകീകൃതമായ വ്യവസ്ഥിതി വേണം അല്ലെ. അപ്പോ ലോക വ്യാപാരവുമായി ബന്ധപ്പെട്ടത് ഇറക്കുമതി ആയിക്കോട്ടെ, കയറ്റുമതി ആയിക്കോട്ടെ, ലോക വ്യാപാരവുമായി ബന്ധപ്പെട്ട ഒരു ചട്ടക്കൂട് നിർമ്മിക്കുക എന്നതും വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ ലക്ഷ്യമാണ്. ആദ്യ ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത് പീറ്റർ സുസർലാൻഡ് ആണ്. നിലവില് എൻഗോസി ഒക്ടാൻജോ ഇവയില. നിലവിൽ ആരാണ്? എൻഗോസി ഒക്ടാൻജോ ഇല്ലയിവ. പേരല്പം പഠിക്കാൻ പാടാണ്. പക്ഷെ 2 തവണ വായിച്ചു വെച്ചാൽ മതി. ഓപ്ഷൻ കാണുമ്പോൾ നമ്മൾ എഴുതിക്കോളുമല്ലോ അല്ലേ. കാരണം 4 ഓപ്ഷനും ഇതേ തരത്തില് കടുപ്പമുള്ള ഓപ്ഷൻ ആവാൻ ചാൻസ് ഇല്ല. അപ്പോൾ 1-2 തവണ വായിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പോ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ മുഖ്യ ലക്ഷ്യം എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? 2 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. നികുതികൾ നിയന്ത്രിച്ച് അന്താരാഷ്ട്ര വ്യാപാരം സുഗമമാക്കുക. ലോക വ്യാപാരവുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ നിർമ്മിക്കുക. ആദ്യ ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത് പീറ്റർ സുസർലാൻഡ് ആണ്. നിലവിലെ ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത് എൻഗോസി ഒക്ടാൻജോ ഇവയില. എൻഗോസി ഒക്ടാൻജോ ഇവയില. മറക്കില്ലല്ലോ. ഒന്നുകൂടെ നമുക്ക് വിഷയം ഉറപ്പിച്ചാലോ? യെസ്. അപ്പോൾ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട വസ്തുതകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്ന സംഘടന രൂപീകരിച്ചതാണ് ഈ 1995 ജനുവരി 1. അതിനു മുമ്പ് ഒരു കരാർ എന്ന രീതിയിൽ പ്രവർത്തിച്ചിരുന്നു. അതിലേക്ക് നമുക്ക് പോകാം. ഇത് ഇത്രയും സെറ്റാക്കി വെച്ചിട്ട്. അപ്പോൾ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ സ്ഥാപിതമായത് 1995 ജനുവരി 1 മൊറോക്കോയിൽ വെച്ച് നടന്ന ഉച്ചകോടിയുടെ അടിസ്ഥാനത്തിൽ 1994 ഏപ്രിൽ 1 ഈ ഉച്ചകോടി. ഉച്ചകോടി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്താ? മരക്കേഷ് ഉച്ചകോടി. ആസ്ഥാനം ജനീവ, അംഗരാജ്യങ്ങൾ 164. അവസാനം അംഗമായത് അഫ്ഗാനിസ്ഥാനാണ്. ഇന്ത്യ അംഗമായത് 1995 ജനുവരി 1 രൂപീകരിക്കുമ്പോൾ തന്നെ. മുഖ്യ ലക്ഷ്യം എന്ന് പറയുന്നത് നികുതികൾ നിയന്ത്രിച്ച് അന്താരാഷ്ട്ര വ്യാപാരം സുഗമമാക്കുക. ലോക വ്യാപാരവുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ നിർമ്മിക്കുക. ആദ്യ ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത് പീറ്റർ സുസർലാൻഡ് ആണ്. നിലവില് എൻഗോസി ഒക്ടാൻജോ ഇവയില. നമ്മൾ ചരിത്രത്തിലേക്ക് പോവാണ്. ലോക വ്യാപാര സംഘടനയുടെ മുൻഗാമി എന്ന് കണക്കാക്കുന്നത് ഒരു സംഘടനയായിരുന്നില്ല, മറിച്ചൊരു അന്തർദേശീയ സഹകരണ കരാറായിരുന്നു.
അത് അറിയപ്പെടുന്നത് ഗാട്ട് കരാർ എന്നാണ്. ഗാട്ട് എന്ന് പറയുന്നത് ആ ഒരു കരാറിന്റെ ചുരുക്കെഴുത്താണ് കേട്ടോ. GATT. അതിന്റെ പൂർണ്ണമായ പേര് ജനറൽ അഗ്രിമെന്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ്. ഈ ഒരു സഹകരണ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് അന്താരാഷ്ട്ര വ്യാപാരം രാജ്യങ്ങള് മറ്റു രാജ്യങ്ങളുമായി നടത്തിയിരുന്നത് അല്ലെങ്കിൽ സഹകരിച്ചിരുന്നത്. ഗാട്ട് കരാർ തയ്യാറാക്കിയത് 1947 ഒക്ടോബർ 30-ാം തീയതിയായിരുന്നു. പ്രാബല്യത്തിൽ വന്നത്, നിലവിൽ വന്നത് 1948 ജനുവരി മാസം 1 മുതൽ. മറക്കില്ലെന്ന് കരുതിക്കോട്ടെ. അപ്പോ ലോക വ്യാപാര സംഘടനയുടെ മുൻഗാമി എന്ന് പറയുന്നത് ഗാട്ട് കരാറാണ്. ഗാട്ട് എന്നതിന്റെ പൂർണ്ണമായ പേര് ജനറൽ അഗ്രിമെന്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ്. ഗാട്ട് കരാർ തയ്യാറാക്കിയത് 1947 ഒക്ടോബർ 30-ാം തീയതി. നിലവിൽ വന്നതാകട്ടെ 1948 ജനുവരി മാസം 1-ാം തീയതി. ഇത്രയും സെറ്റാണേ. അപ്പൊ 2 സംഘടനകളാണ് നമ്മൾ പഠിച്ചത്. ആ 2 സംഘടനകളും വളരെ പെട്ടെന്ന് റിവിഷൻ ചെയ്തിട്ട് മുന്നോട്ട് പോകാം. കാരണം നമ്മൾ ഇനി അങ്ങോട്ട് സംഘടനകൾ കൂടുതൽ പഠിക്കുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടൊന്ന് റിവിഷൻ ചെയ്യണം കേട്ടോ. ആംനസ്റ്റി ഇന്റർനാഷണൽ ലോകത്തെ ഏറ്റവും വലിയ 2ാമത്തെ മനുഷ്യാവകാശ സംഘടന. രൂപീകരിക്കപ്പെട്ടത് 1961 മെയ് മാസം 28. പക്ഷേ പ്രാബല്യത്തിൽ വന്നത് 1961 ജൂലൈ മാസം. സ്ഥാപകൻ ടിറ്റോ ബെനൻസൺ, ആസ്ഥാനം ലണ്ടൻ. ആംനസ്റ്റി എന്ന വാക്കിന്റെ അർത്ഥം എന്താ? പൊതുമ. 1977 സമാധാന നോബൽ പുരസ്കാരം ലഭിച്ചു. ആപ്തവാക്യം ഇരുട്ടിന് പഴിക്കുന്നതിനേക്കാൾ നല്ലത് എന്താണ്? ഒരു മെഴുകുതിരി തെളിയിക്കുന്നത്. ഇന്ത്യയിലെ പ്രവർത്തനം പൂർണ്ണമായി അവസാനിപ്പിച്ചത് 2020. ലോക വ്യാപാര സംഘടന സ്ഥാപിതമായത് 1995 ജനുവരി 1. രൂപീകരിക്കാൻ കാരണമായ ഉച്ചകോടി നടന്നത് മൊറോക്കോയിൽ വെച്ച് 1994 ഏപ്രിൽ 1. മൊറോക്കോയിലെ പ്രാദേശിക ഉപദേശമായ മരക്കേഷിൽ വെച്ചായിരുന്നു ഈ ഉച്ചകോടി. അതുകൊണ്ട് ഈ മൊറോക്കോ ഉച്ചകോടി അല്ലെങ്കിൽ ഇതിനെ മരക്കേഷ് ഉച്ചകോടി എന്ന് വിളിക്കുന്നു. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ ആസ്ഥാനം ജനീവയാണ്. അംഗരാജ്യങ്ങൾ 164. അവസാന അംഗമെന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനാണ്. ഇന്ത്യ അംഗമായി തീർന്നത് 1995 ജനുവരി 1. മുഖ്യ ലക്ഷ്യമെന്ന് പറയുന്നത് നികുതികൾ നിയന്ത്രിച്ച് അന്താരാഷ്ട്ര വ്യാപാരം സുഗമമാക്കുക. സ്റ്റേറ്റ്മെന്റായിട്ട് ചോദിക്കാം. ലോക വ്യാപാരവുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ നിർമ്മിക്കുക. ആദ്യ ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത് പീറ്റർ സുതാലാൻഡ്. നിലവില എൻഗോസിയ ഒക്ടാൻജോ ഇവീല. ലോക വ്യാപാര സംഘടനയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഗാട്ട് കരാറാണ്. ഗാട്ട് എന്നതിന്റെ പൂർണ്ണ രൂപം ജനറൽ അഗ്രിമെന്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ്. ഗാട്ട് കരാർ തയ്യാറാക്കപ്പെട്ടത് 1947 ഒക്ടോബർ 30. പ്രാബല്യത്തിൽ വന്നത് 1948 ജനുവരി 1. അവിടെ നമ്മൾ പറയുന്നു ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്, ADB. നമ്മള് പ്രത്യേകിച്ച് മലയാളികൾ ഒരുപാട് കേൾക്കുന്ന ഒരു വാക്കാണ് ADB വായ്പ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് കേൾക്കാറുണ്ട്. അപ്പോൾ ഏഷ്യയിലെ രാജ്യങ്ങളുടെ വികസനത്തിന് വേണ്ടിയിട്ട് ലോകബാങ്കിന് സമാനമായിട്ട് വായ്പകൾ അനുവദിക്കുക, പദ്ധതികൾക്ക് ഗ്രാന്റ് അനുവദിക്കുക തുടങ്ങിയവയൊക്കെയാണ് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ലക്ഷ്യം. സ്ഥാപിതമായത് 1966 ഡിസംബർ മാസം 19-ാം തീയതി. ആ വാക്കിൽ തന്നെ ഉള്ളതുപോലെ, സംഘടനയുടെ പേരിൽ ഉള്ളതുപോലെ തന്നെ ഏഷ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക വികസനമാണ് ലക്ഷ്യം. ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഫിലിപ്പീൻസിലെ മനില. അംഗസംഖ്യ 69. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാറേ ഏഷ്യ വൻകരയിൽ 69 രാജ്യങ്ങളുണ്ടോ? അല്ലെ? 69 രാജ്യങ്ങളുണ്ടോ ഏഷ്യ വൻകരയിൽ? ഇല്ലല്ലോ. പിന്നെ എന്താണ് ഈ 69 നമ്പർ വരുന്നേ? അപ്പോ പ്രിയ ഉദ്യോഗാർത്ഥികളെ, ഈ ഏഷ്യൻ ഡെവലപ്മെന്റ് രൂപീകരിച്ചപ്പോൾ ഏഷ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക വികസനം തന്നെയായിരുന്നു ലക്ഷ്യം. എന്നാല് പിൽക്കാലത്ത് ആഫ്രിക്കൻ രാജ്യങ്ങളെ കൂടെ എന്ത് ചെയ്തിരുന്നു? ഇതില് അംഗങ്ങളായി ചേർത്തിരുന്നു. കാരണം ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഭൂരിഭാഗവും വികസിത രാജ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവയുടെ വികസനത്തിന് വേണ്ടിയിട്ടും ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് വായ്പകൾ അനുവദിക്കാറുണ്ട്. ഏറ്റവും അവസാനം അംഗമായത് ഇസ്രയേലാണ് 2024. 2024 അംഗമായത്. ഏകദേശം കറണ്ട് അഫയർ എന്ന് പറയുമ്പോൾ അവസാനത്തെ 2 വർഷത്തെ കാര്യങ്ങളൊക്കെയാണ് ചോദിക്കാറ്. അതുകൊണ്ട് ചിലപ്പോൾ ചോദിച്ചേക്കാം. ഏറ്റവും അവസാന അംഗമായത് ആരാണ്? ഇസ്രയേലാണ്. ഇത് വർഷം 2024. ADB 1974 ഏഷ്യൻ വികസന നിധി എന്നൊരു ഫണ്ട് ആരംഭിച്ചു. ഈ ഏഷ്യൻ വികസന നിധി എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ആ ഏഷ്യൻ വികസന നിധിയിൽ ഏഷ്യയിലെ പ്രധാനപ്പെട്ട സമ്പന്ന രാജ്യങ്ങൾക്ക് എന്ത് ചെയ്യാം? ഡൊണേഷൻ നൽകാം. ആ ഡൊണേഷൻ വികസ്വര രാജ്യങ്ങൾക്ക് അവരുടെ വികസനത്തിന് വേണ്ടി സാമ്പത്തിക അടിത്തറ പാകുന്നതിനോ മറ്റ് വികസനത്തിന് വേണ്ടിയിട്ടോ എന്ത് ചെയ്യും? ഗ്രാന്റ് ആയിട്ട് നൽകും. ഗ്രാന്റ് എന്ന് പറയുമ്പോൾ വായ്പ അല്ല, സൗജന്യമായിട്ട് നൽകുന്നത്. ഓക്കെ, അതിനു വേണ്ടിയിട്ടാണ് ഏഷ്യൻ വികസന നിധി രൂപീകരിക്കുക. ഏത് വർഷം? 1974. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് സ്ഥാപിതമായത് 1966 ഡിസംബർ 19.
ലക്ഷ്യമെന്ന് പറയുന്നത് ഏഷ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക വികസനം. ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഫിലിപ്പീൻസിലെ മനിലയിലാണ്. നിലവിലെ ആകെ അംഗസംഖ്യ എന്ന് പറയുന്നത് 69. ഓക്കെ. അവസാനം അംഗമായത് ഇസ്രയേലാണ്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് 1974 ഏഷ്യൻ വികസന നിധിക്ക് തുടക്കം കുറിച്ചു. ഏഷ്യൻ വികസന നിധിക്ക് തുടക്കം കുറിച്ചു. ഏഷ്യയിലെ രാജ്യങ്ങളുടെ സാമ്പത്തിക വികസനത്തിന് വേണ്ടിയിട്ടാണ് ആരംഭിച്ചതെങ്കിലും പിൽക്കാലത്ത് ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് കൂടെ പങ്കാളിത്തം നിലവിൽ ഉണ്ട്. ഓക്കെ. ഇനി നിലവിലെ പ്രസിഡന്റ് എന്ന് പറയുന്നത് മാസാറ്റോ കാണ്ട. ആരാണ്? മാസാറ്റോ കാണ്ട. 57 ഉച്ചകോടി നടന്നത് 2024 ടിബിലിസ് എന്ന സ്ഥലത്ത്. ടിബിലിസ് ജോർജിയയിലാണ് കേട്ടോ. 58 ഉച്ചകോടി നടന്നത് ഇറ്റലിയിലെ മിലാനിലാണ്. 59 ഉച്ചകോടി 2026 നടക്കേണ്ടത് എവിടെയാണ്? ഉസ്ബെക്കിസ്ഥാനിലെ സമർക്കണ്ടും. സമർക്കണ്ട് ഓർത്തുവെക്കുക. 59 ഉച്ചകോടി ഏത് വർഷം നടക്കും? 2026 എവിടെ വെച്ചാ? ഉസ്ബെക്കിസ്ഥാനിലെ സമർക്കണ്ട്. ഓക്കെ. അപ്പോൾ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ നിലവിലെ പ്രസിഡന്റ് മാസാറ്റോ കാണ്ട. 57 ഉച്ചകോടി 2024 നടന്നത് ടിബിലിസ് എന്ന സ്ഥലത്ത്, ജോർജിയ. 58 ഉച്ചകോടി നടക്കുന്നത് 2025 ഇറ്റലിയിലെ മിലാനിലാണ്. 59 ഉച്ചകോടി നടക്കുന്നത് 2026 ഉസ്ബെക്കിസ്ഥാനിലെ സമർക്കണ്ട്. മറക്കില്ലല്ലോ. ഇമ്പോർട്ടന്റ് ആണ്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ ചില സംഘടനകളുടെയൊക്കെ ഉച്ചകോടി സബ്മിറ്റ് നമ്മൾ പഠിക്കേണ്ടി വരും. അത് ഇപ്പോ കറണ്ട് ഇയർ പഠിക്കുക. അതാണ് ഏറ്റവും പ്രാധാന്യത്തോടെ ചോദിക്കാൻ സാധ്യത ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. തൊട്ട് മുമ്പുള്ള വർഷം പ്രധാനമായിട്ടും 2 വർഷങ്ങളും 2 ഉച്ചകോടിയുടെ വർഷങ്ങളെങ്കിലും ആനുകാലിക പ്രാധാന്യമുള്ള 2 വർഷങ്ങളെങ്കിലും പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. കാണാപ്പാഠം പഠിക്കേണ്ട. കാരണം ഈ പേരുകളൊക്കെ പെട്ടെന്ന് മറന്നു പോകുന്ന പേരുകളാണ്. അതുകൊണ്ട് 1, 2 തവണ വായിച്ചു വെച്ചാൽ മതി. നമുക്ക് എലിമിനേഷൻ ടെക്നിക്കിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? ആൻസറിലേക്ക് പോകാൻ പറ്റും. ഓക്കെ. അപ്പോൾ 58 ഉച്ചകോടി 2025 ഇറ്റലിയിലെ മിലാനിൽ വെച്ച്. 59 ഉച്ചകോടി 2026 സമർക്കണ്ട്, ഉസ്ബെക്കിസ്ഥാൻ. ചിലപ്പോൾ ചോദിക്കുന്ന 2026 ഉച്ചകോടി എന്നായിരിക്കും. അല്ലെങ്കിൽ 59 ഉച്ചകോടി എന്നായിരിക്കും. രണ്ടും ഒരുമിച്ച് ചോദിക്കാറില്ല. ഏതെങ്കിലും ഒന്നാണ് ചോദിക്കുക. പക്ഷെ നമുക്ക് പി.എസ്.സിക്ക് മാർക്ക് വേണമല്ലോ. അതുകൊണ്ടാണ് നമ്മളിവിടെ 59 ഉച്ചകോടി എന്നും 2026 എന്ന വർഷവും എടുത്തു പറയുന്നത്. ഓക്കെ അല്ലേ? സെറ്റാണേ. അപ്പോൾ ഒന്നുകൂടെ പൂർണ്ണമായിട്ട് നമുക്കൊന്ന് റിവിഷൻ ചെയ്ത് ഉറപ്പിച്ചാലോ? ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് സ്ഥാപിതമായത് 1966 ഡിസംബർ 19. ലക്ഷ്യം ഏഷ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക വികസനം. ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഫിലിപ്പീൻസിലെ മനിലയിലാണ്. ആകെ അംഗസംഖ്യ 69. അവസാനം അംഗമായത് ഇസ്രയേലാണ് 2024. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് 1974 ഏഷ്യൻ വികസന നിധിക്ക് തുടക്കം കുറിച്ചു. നിലവിലെ പ്രസിഡന്റ് എന്ന് പറയുന്നത് മസാറ്റോ കാണ്ട. 57 ഉച്ചകോടി 2024 ടിബിലിസിൽ വെച്ച് നടന്നു, ജോർജിയ എന്ന രാജ്യത്ത്. 58 ഉച്ചകോടി 2025 ഇറ്റലിയിലെ മിലാനിൽ വെച്ച്. 59 ഉച്ചകോടി 2026 ഉസ്ബെക്കിസ്ഥാനിലെ സമർക്കണ്ടിൽ വെച്ച് നടക്കും. ഓക്കെ. അടുത്ത നമ്മൾ പറയുന്നു ഏഷ്യ പസഫിക് എക്കണോമിക് കോഓപ്പറേഷൻ. ചുരുക്കി നമ്മൾ APEC, APEC എന്നാണ് വിളിക്കുക. APEC. ഏഷ്യ പസഫിക് എക്കണോമിക് കോഓപ്പറേഷൻ, APEC. ഏഷ്യ പസഫിക് എക്കണോമിക് കോഓപ്പറേഷൻ, APEC. APEC സ്ഥാപിതമായത് 1989. ഇവിടെ പൂർണ്ണരൂപവും ഷോർട്ട് ഫോമും പഠിക്കണോ? വേണോടാ. കാരണം PSC ചിലപ്പോൾ അങ്ങനെയായിരിക്കും ചോദിക്കുക. മലയാളവൽക്കരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ചോദിക്കുക. APEC എന്ന സംഘടന സ്ഥാപിതമായതെന്ന്. മനസ്സിലായോ? അപ്പോൾ കൃത്യമായി പഠിച്ചു വെക്കുക, മനസ്സിലാക്കി വെക്കുക. കാണാപ്പടം പഠിക്കരുത്, വായിച്ചു വെക്കുക. ഏഷ്യ പസഫിക് എക്കണോമിക് കോർപ്പറേഷൻ, APEC സ്ഥാപിതമായത് 1989. ആസ്ഥാനം സിംഗപ്പൂരാണ്. ആസിയാൻ രാജ്യങ്ങളുടെ, ആസിയാൻ എന്ന സംഘടന നമ്മൾ പഠിച്ചിട്ടില്ല, പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. ആസിയാൻ എന്ന സംഘടന അംഗങ്ങളായിട്ടുള്ള രാജ്യങ്ങളുടെ സാമ്പത്തിക സഖ്യമാണ് ഏഷ്യ പസഫിക് എക്കണോമിക് കോർപ്പറേഷൻ, APEC എന്ന പേരിൽ അറിയപ്പെടുക. ലക്ഷ്യം ഏഷ്യ പസഫിക് മേഖലയിൽ സുതാര്യ വാണിജ്യവും വാണിജ്യ സഹകരണവും പ്രോത്സാഹിപ്പിക്കുക. സുതാര്യമായതെന്ന് പറയുമ്പോൾ ആരുടെയും ഏകാധിപത്യം അംഗീകരിക്കാത്ത രീതിയിൽ, ആരും ഏകാധിപത്യം അവിടെ കൊണ്ടുവരാൻ പാടില്ല, അമിതമായി ചൂഷണം ചെയ്യാൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോൾ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് ഏഷ്യ പസഫിക് മേഖലയിൽ സുതാര്യ വാണിജ്യവും സഹകരണവും പ്രോത്സാഹിപ്പിക്കുക. ഏഷ്യ പസഫിക് എക്കണോമിക് കോർപ്പറേഷനിൽ APEC അംഗസംഖ്യ എന്ന് പറയുന്നത് 21. ഓക്കെ അല്ലേ? ഏഷ്യ പസഫിക് എക്കണോമിക് കോർപ്പറേഷൻ, APEC സ്ഥാപിതമായത് 1989.
ആസ്ഥാനം സിംഗപ്പൂർ. ആസിയാൻ രാജ്യങ്ങളുടെ സാമ്പത്തിക സഖ്യമാണ് അപെക് എന്ന് പറയുക. ലക്ഷ്യം ഏഷ്യ പസഫിക് മേഖലയില് സുതാര്യ വാണിജ്യവും സഹകരണവും പ്രോത്സാഹിപ്പിക്കുക. അംഗസംഖ്യ 21. ഇനി ഉച്ചകോടി നമുക്ക് നോക്കാം. 2024 ഉച്ചകോടി നടന്നത് പെറുവിലെ ലിമ എന്ന സ്ഥലത്ത്. 2025 ഉച്ചകോടി നടന്നത് ദക്ഷിണ കൊറിയയിലെ ജിയോങ്ഷു ജിയോങ്ജു ജിയോങ്ജു എന്ന് എഴുതും, ജിയോങ്ഷു എന്ന് വായിക്കും, ജിയോങ്ഷു എന്ന് വായിക്കും. യഥാർത്ഥ ശാല ജിയോങ്ഷു കേട്ടോ. നമ്മൾ കാരണം ദക്ഷിണ കൊറിയക്കാരൊക്കെ മൂക്കടച്ചുകൊണ്ട് പറയുന്ന ആൾക്കാരാണ്. അത് വെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കുക. എഴുതുമ്പോൾ ജിയോങ്ജു എന്ന് എഴുതും, വായിക്കുമ്പോൾ ജിയോങ്ഷു എന്ന് വായിക്കും, ജിയോങ്ഷു. ഓക്കെ. അപ്പോൾ 2025 ഉച്ചകോടി ജിയോങ്ജു അല്ലെങ്കിൽ ജിയോങ്ഷു എവിടെ വെച്ച്? ദക്ഷിണ കൊറിയയിൽ വെച്ച്. 2026 ഉച്ചകോടി ചൈനയിൽ വെച്ചാണ്. സ്ഥലം പ്രഖ്യാപിച്ചിട്ടില്ല. ചൈനയിൽ വെച്ചായിരിക്കും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ചൈന ഏത് പ്രദേശമാണോ അംഗീകരിക്കുന്നത് ആ ഭൂപ്രദേശം ആ സമയത്ത് നമുക്ക് പഠിച്ചാൽ മതിയാകും. ഓക്കെ. അപ്പോൾ 2024 ഉച്ചകോടി പെറുവിലെ ലിമ എന്ന സ്ഥലത്ത്. 2025 ഉച്ചകോടി ദക്ഷിണ കൊറിയയിലെ ജിയോങ്ഷുവിൽ വെച്ച്. 2026 ഉച്ചകോടി ഇവിടെ വെച്ച് ചൈനയിൽ വെച്ച്. സെറ്റാണേ, മറക്കില്ലല്ലോ. അപ്പൊ നമ്മള് ഇന്ന് എത്ര സംഘടനകൾ പഠിച്ചു ഈ ക്ലാസ്സിലൂടെ? ആംനസ്റ്റി ഇന്റർനാഷണൽ പഠിച്ചു, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ പഠിച്ചു, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്, ഏഷ്യ പസഫിക് എക്കണോമിക് കോർപ്പറേഷൻ അപെക്. 4 സംഘടനകൾ. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ഉറപ്പിച്ചോളാം. അപെക് പൂർണ്ണമായിട്ട് യെസ്, ഏഷ്യ പസഫിക് എക്കണോമിക് കോർപ്പറേഷൻ അപെക് സ്ഥാപിതമായത് 1989. ആസ്ഥാനം സിംഗപ്പൂരാണ്. ആസിയാൻ രാജ്യങ്ങളുടെ സാമ്പത്തിക സഖ്യമാണ്. ലക്ഷ്യം ഏഷ്യ പസഫിക് മേഖലയിലെ സുതാര്യ വാണിജ്യവും സഹകരണവും പ്രോത്സാഹിപ്പിക്കുക. അംഗസംഖ്യ 21. 2024 ഉച്ചകോടി നടന്നത് പെറുവിലെ ലിമ എന്ന സ്ഥലത്ത്. 2025 ഉച്ചകോടി നടന്നത് ദക്ഷിണ കൊറിയയിലെ ജിയോങ്ജുവിൽ വെച്ച്. 2026 ഉച്ചകോടി നടക്കുന്നത് ചൈനയിൽ വെച്ച്. അപ്പൊ നമ്മളൊന്ന് പഠിച്ച ഈ ക്ലാസ്സിലൂടെ പഠിച്ച 4 സംഘടനകൾ പൂർണ്ണമായിട്ട് നമുക്ക് റിവിഷൻ ചെയ്താലോ? യെസ്, ആംനസ്റ്റി ഇന്റർനാഷണൽ ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ മനുഷ്യാവകാശ സംഘടന. രൂപീകരിക്കപ്പെട്ടത് 1961 മെയ് 28. നിലവിൽ വന്നതാകട്ടെ 1961 ജൂലൈ മാസവും. സ്ഥാപകൻ പീറ്റർ ബെനൻസൺ, ആസ്ഥാനം ലണ്ടൻ. ആംനസ്റ്റി എന്ന വാക്കിന്റെ അർത്ഥം പൊതുമാപ്പ്. 1977 ആംനസ്റ്റി ഇന്റർനാഷണലിന് സമാധാന നോബൽ പുരസ്കാരം ലഭിച്ചു. ആപ്തവാക്യം ഇരുട്ടിനെ പഴിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു മെഴുകുതിരി തെളിയിക്കുന്നതാണ്. ഇന്ത്യയിൽ പ്രവർത്തനം പൂർണ്ണമായി അവസാനിപ്പിച്ചത് 2020. ലോക വ്യാപാര സംഘടന വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ സ്ഥാപിതമായത് 1995 ജനുവരി 1. രൂപീകരിക്കാൻ കാരണമായ ഉച്ചകോടി 1994 ഏപ്രിൽ 1 മൊറോക്കോയിൽ വെച്ച് നടന്നു. മൊറോക്കോയിലെ മരക്കേഷ് എന്ന സ്ഥലത്തായതുകൊണ്ട് ഈ ഉച്ചകോടി മരക്കേഷ് ഉച്ചകോടി എന്നും അറിയപ്പെടുന്നു. ആസ്ഥാനം ജനീവയാണ്. ആകെ അംഗസംഖ്യ 164. അവസാനം അംഗമായത് അഫ്ഗാനിസ്ഥാനാണ്. ഇന്ത്യ അംഗമായതാകട്ടെ 1995 ജനുവരി 1. മുഖ്യ ലക്ഷ്യം എന്ന് പറയുന്നത് നികുതികൾ നിയന്ത്രിച്ചുകൊണ്ട് അന്താരാഷ്ട്ര വ്യാപാരം സുഗമമാക്കുക, ലോക വ്യാപാരവുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ നിർമ്മിക്കുക. ആദ്യ ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത് പീറ്റർ സുതാർലാൻഡ്, നിലവില് എൻഗോസ് ഒക്ടാൻജോ എവീല. ലോക വ്യാപാര സംഘടനയുടെ മുൻഗാമിയായി കണക്കാക്കുന്നത് ഒരു ഉടമ്പടിയാണ്, ഒരു സഹകരണ കരാറാണ്. ഗാട്ട് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന പൂർണ്ണമായ പേര് ജനറൽ അഗ്രിമെന്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ്. ഗാട്ട് കരാർ തയ്യാറാക്കിയത് 1947 ഒക്ടോബർ 30 ഡേറ്റ് മറന്നു പോകരുത്. പ്രാബല്യത്തിൽ വന്നത് കാരണം ലോകരാജ്യങ്ങളിൽ കുറച്ചു പേരെങ്കിലും അംഗീകരിക്കണമല്ലോ, എങ്കിലല്ലേ പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഗാട്ട് കരാർ തയ്യാറാക്കിയത് 47 ഒക്ടോബർ 30 ലോകരാജ്യങ്ങളുടെ അംഗീകാരത്തോടു കൂടി പ്രാബല്യത്തിൽ കൊണ്ടുവന്നത് 1948 ജനുവരി മാസം 1. സാധാരണ ഇതില് ഒരു അന്താരാഷ്ട്ര കരാറൊക്കെ തയ്യാറാക്കുമ്പോൾ 3 രാജ്യങ്ങളെങ്കിലും അംഗീകരിച്ചു കഴിഞ്ഞാലാണ് അത് പ്രാബല്യത്തിൽ കൊണ്ടുവരാനായിട്ട് കഴിയുക. അതുകൊണ്ടാണ് 2 ഡേറ്റ് നമ്മളിവിടെ പറയാം കേട്ടോ. ഗാട്ട് കരാർ തയ്യാറാക്കിയത് 1947 ഒക്ടോബർ 30, നിലവിൽ വന്നത് 48 ജനുവരി 1. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് സ്ഥാപിതമായത് 1966 ഡിസംബർ മാസം 19. മറക്കില്ലല്ലോ. പിന്നെ പറയുന്നു, ലക്ഷ്യം ഏഷ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക വികസനം. ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഫിലിപ്പീൻസിലെ മനിലയിലാണ്. ആകെ അംഗസംഖ്യ എന്ന് പറയുന്നത് 69. ഏറ്റവും അവസാനം അംഗമായത് ഇസ്രയേൽ എന്ന രാജ്യമാണ്. ഇസ്രയേൽ ഏത് വർഷമാണ് അംഗമാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറക്കരുത്, ഏത് വർഷമാണ്? 2024. അതുകൊണ്ട് തന്നെ കറണ്ട് അഫയർ എന്ന രീതിയിൽ അത് പ്രാധാന്യത്തോടെ ചോദിച്ചേക്കാം. ADB 1974 ഏഷ്യൻ വികസന നിധിക്ക് തുടക്കം കുറിച്ചു.
ഏഷ്യൻ വികസന നിധിയിലൂടെ സമ്പത്തുള്ള രാജ്യങ്ങളിൽ നിന്ന് ഡൊണേഷൻ കളക്ട് ചെയ്ത് വികസിത രാജ്യങ്ങൾക്ക് സംഭാവനയായിട്ട് നൽകുക, ഗ്രാൻഡ് ആയിട്ട് നൽകുക. നിലവിലെ പ്രസിഡന്റ് എന്ന് പറയുന്നത് മസാറ്റോ കാണ്ട. 57ാം ഉച്ചകോടി 2024 ജോർജിയയിലെ ടിബിലിസിൽ വെച്ച് നടന്നു. 58ാം ഉച്ചകോടി 2025 ഇറ്റലിയിലെ മിലാനിൽ വെച്ച്. 59ാം ഉച്ചകോടി ഉസ്ബെക്കിസ്ഥാനിലെ സമർഖണ്ഡിൽ വെച്ച് 2026 നടക്കും. ഓക്കെ അല്ലേ? സെറ്റാണേ. ഏഷ്യ പസഫിക് എക്കണോമിക് കോർപ്പറേഷൻ അപെക് സ്ഥാപിതമായത് 1989, ആസ്ഥാനം സിംഗപ്പൂർ. ആസിയൻ രാജ്യങ്ങളുടെ സാമ്പത്തിക സഖ്യമാണ് ലക്ഷ്യം. ഏഷ്യ പസഫിക് മേഖലയിലെ സുതാര്യ വാണിജ്യവും സഹകരണവും പ്രോത്സാഹിപ്പിക്കുക. അംഗസംഖ്യ എന്ന് പറയുന്നത് 21 ആണ്. 2024 ഉച്ചകോടി നടന്നത് പെറുവിലെ ലിമ എന്ന സ്ഥലത്ത്. 2025 ഉച്ചകോടി നടക്കുന്നത് ദക്ഷിണ കൊറിയയിലെ ജിയോങ്ഷു എന്ന സ്ഥലത്ത്. 2026 ഉച്ചകോടി ചൈനയിൽ നടക്കും. സ്ഥലം പ്രഖ്യാപിച്ചിട്ടില്ല, ഇനിയാണ് പ്രഖ്യാപിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ അന്താരാഷ്ട്ര സംഘടനകൾ എന്ന ഈ ഒരു ക്ലാസ്സിലൂടെ പ്രധാനപ്പെട്ട 4 സംഘടനകൾ നമ്മൾ പരിശോധിച്ചു. കൃത്യമായി പഠിച്ച് മുന്നോട്ട് പോവുക. തുടർന്നുള്ള ക്ലാസ്സുകളിൽ വീണ്ടും നമ്മൾ മറ്റ് സംഘടനകളിലേക്ക് പോകും. ഓക്കെ, ഓരോ ക്ലാസ്സിൽ കുറച്ച് കാര്യങ്ങൾ വീതം പഠിച്ചുറപ്പിക്കുക, മുന്നോട്ട് പോകും. എത്രത്തോളം പഠിച്ചു എന്നതിനേക്കാൾ എത്രത്തോളം റിവിഷൻ ചെയ്തു എന്നതിനാണ് പ്രാധാന്യം. അപ്പോൾ കൃത്യമായി റിവിഷൻ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, ബൈ ബൈ.